ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചാളക്കറി ഉണ്ടാക്കിയല്ലോ. ചാള എന്ന് ഉദ്ദേശിക്കുന്നത് മത്തീനെ കേട്ടാ. നമ്മളിവിടെ മത്തീനെ ചാള എന്നാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പെൺമക്കളാണ്. അപ്പം കൂടുതലും ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുക്കളയിലൊക്കെ കയറുന്നത് ഞാനായിരിക്കും. ചെറുപ്പം മുതലേ ഉമ്മയും ജോലിക്ക് പോണത് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജോലി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ജോലികളായിരിക്കും കേട്ടോ. പനിയത്തിമാർക്ക് അകടിച്ചോരൽ, തുണികൾ മടക്കി വെക്കല്, അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മാനെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാനായിരിക്കുള്ളൂ കൂടുതലും കയറുന്നത്. ഇത്തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മിറ്റടിക്കൽ അങ്ങനത്തെ പണിയിലായിരിക്കുള്ളൂ കൂടുതലും. അവൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പണ്ട് മുതൽ ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കയറുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കയറുന്നതുകൊണ്ട് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. എൻ്റെ ഉമ്മക്കൊരു നിർബന്ധമുണ്ട്, ഞങ്ങൾ കല്യാണം കഴിച്ച് വന്നാലും ഞങ്ങൾ ആരും മാറ്റി നിർത്തരുത്. ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയാലും എല്ലാം അറിഞ്ഞിരിക്കണം, നന്നായി പഠിക്കാൻ വേണം, അതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലത്തെ പണികളും അത്യാവശ്യം അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു നിർബന്ധവും കൂടി എൻ്റെ ഉമ്മക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ചെറുപ്പം മുതലേ എല്ലാ പണികളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക പേർക്കും അതേം ജോലികളൊന്നും അറിയില്ലായിരിക്കും. അതേസമയത്ത് ഇപ്പം ഞങ്ങൾക്ക് 4 പേർക്കും എല്ലാ ജോലികളും അറിയാം. കാരണം പഠിപ്പും അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ കഥയുടെ ഇടയിൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഗൈസ്.